തീവ്രവാദ ശക്തികളുടെ പിന്തുണയോടെ ഭരണം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് ബി.ജെ.പി. ആലപ്പുഴ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി.കെ. ബിനോയ് ആരോപിച്ചു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് നടന്ന നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ, ആ പ്രശ്നത്തിൽ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുകയും ആ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ചയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള 13 പേരെ ജയിലിലടയ്ക്കുകയും ചെയ്യുകയുണ്ടായി. 2004 വരെയുള്ള 2004 മുതൽ 2014 വരെയുള്ള UPA ഭരണകാലത്ത് അനവധിയായിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചയും മറ്റും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലടക്കം മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് കോൺഗ്രസ് സർക്കാരുകൾ ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ മൃദു സമീപനം സ്വീകരിക്കുന്ന നയമാണ് സ്വീകരിച്ചതെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനെ തുടർന്ന് സുതാര്യമായ തരത്തിൽ ആ നീറ്റ് എക്സാം നടക്കുകയും അതിൻ്റെ റിസൾട്ടും വന്നത് നാം കാണുകയുണ്ടായി. അങ്ങനെ കുറ്റമറ്റ വിധത്തിൽ ആ നീറ്റ് എക്സാം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. ദേശദ്രോഹ ശക്തികളുമായി ചേർന്ന് രാജ്യത്തെ ദുർബലപ്പെടുത്താനും കലാപം സൃഷ്ടിക്കാനുമാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെ ബി.ജെ.പി. ചേർത്തല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പി. ചേർത്തല മണ്ഡലം പ്രസിഡന്റ് കണ്ണൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി P.S. ശ്രീകുമാർ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ K.S. ശശികുമാർ, R.D. ഉണ്ണി, S. പത്മകുമാർ, അരുൺ കെ. പണിക്കർ, ആശാ മുകേഷ്, അഡ്വക്കേറ്റ് പ്രേംകുമാർ, ബിന്ദു ശശികല, ഷാജി കുറ്റിക്കാട്ട് എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു.